ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്കിന്ന് പങ്കുവയ്ക്കാനുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അമ്മായിമ്മമാരെ അറിയാമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഈ മരുമക്കളോടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ വിവാഹം എന്ന് പറയുന്നത് നമ്മൾ സാമ്പത്തികമോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഗ്യമാണ് വിവാഹ ജീവിതം, അല്ലെങ്കിൽ അങ്ങനൊരു ജീവിതം കിട്ടുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും സൗന്ദര്യം ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലിപരമായിട്ടൊക്കെ നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും നല്ലൊരു വിവാഹ ബന്ധം കിട്ടാനോ അല്ലെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടാനോ ചിലപ്പോൾ സാധിക്കില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ നല്ലൊരു ജീവിതം കിട്ടും. അപ്പം അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു യോഗം ഭാഗ്യം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതെന്തോ ആവട്ടെ, നമുക്കതിലേക്ക് കിടക്കണ്ട. അപ്പോൾ നമ്മൾ ഓരോ പെൺകുട്ടികളും വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് ആകുമ്പോൾ നമ്മൾ വിവാഹം ചെയ്ത് പുതിയൊരു വീട്ടിലേക്ക് അപ്പോൾ നമ്മളൊരു ചെടി എങ്ങനെയാണ് പറിച്ചു നടുന്നത് അതുപോലെയാണ് കേട്ടോ. ഓരോ പെൺകുട്ടിയും ആ സമയത്ത് നമ്മൾ ഒരു ചെടി എങ്ങനെയാണോ പറിച്ചു നടുന്നത് അതുപോലെയാണ്. അപ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മളതിനെ അടർത്തി മാറ്റി വേറൊരു വീട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പുതിയ സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ അന്ന് വരെ ജീവിച്ച ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ സന്തോഷങ്ങൾ, നമ്മൾ സ്വതന്ത്രമായ നമ്മുടെ ചിന്താഗതികൾ, ജീവിതം നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയൊക്കെയാണോ നമ്മുടെ വീട്ടിൽ നമുക്ക് പെരുമാറി ജീവിക്കാൻ പറ്റുന്നത് അവിടെ നിന്നും നമ്മളെ പറിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ വിവാഹം എന്ന് പറയുമ്പോൾ. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് പുതിയ ഒരാളുകളുടെ ഇടയിലേക്ക് നമ്മൾ പറിച്ച് മാറ്റപ്പെടുകയാണ്. അപ്പോൾ ആ ചെടി ഒരു ചെടീനെ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പറിച്ച് നട്ടാൽ എങ്ങനെ ഉണ്ടാവുക? അത് പിടിച്ച് വരുന്നത് വരെ 2-3 ദിവസം ഇങ്ങനെ തളർന്ന് നിൽക്കും. അതിനുശേഷം അത് കരുത്താർജിച്ച് വരും. അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ വിവാഹ ജീവിതത്തിലേക്കും ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നും പുതിയൊരു വീട്ടിലേക്ക് നമ്മളെ പറിച്ച് നട്ട് അങ്ങനെ നമ്മൾ അവിടെ ആ വീടും പരിസരക്കായിട്ട് നമുക്കൊന്ന് പരിചയമായിട്ട് വരണമല്ലോ അല്ലേ. അങ്ങനെ വരുമ്പോൾ അതുവരെ നമുക്ക് എന്താണെങ്കിലും ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. അത് ആർക്കായാലും പുതിയൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വീടും പരിസരവും വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ പരിചയമായി അവരുടേതായ രീതിയിൽ കൂടെ നമ്മൾ ഒത്തൊരുമിച്ച് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കും. ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ അല്ലെങ്കിൽ പല രീതിയിൽ സമ്പ്രദായങ്ങളിൽ നാടുകളാണെങ്കിലും വീടുകളാണെങ്കിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ സമ്പ്രദായങ്ങളും രീതികളിലുള്ള വ്യത്യാസങ്ങൾ അതനുസരിച്ച് പെരുമാറാനും അതോടുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ശ്രമിച്ചുകൊണ്ട് ഒരു കുടുംബം നന്നായി നോക്കിക്കൊണ്ട് ആ കുടുംബത്തിലെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവോട് കൂടിയിട്ടും അങ്ങനെ പ്രവർത്തിച്ച് പോകുന്ന പെൺകുട്ടികളുണ്ട്. കയറി ചെന്നാൽ തന്നെ കുടുംബം ശിഥിലമാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അതുമല്ലെങ്കിൽ ചെന്നുടനെ തന്നെ ഭർത്താവിനെയും കൊണ്ടിട്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റണമെന്ന ചിന്താഗതിയുമായി പോകുന്നവരുണ്ട് അല്ലേ. ബഹുജനം പലവിധം എന്ന് പറഞ്ഞതുപോലെ പല രീതിയിലും ഉണ്ടാവും. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലം പോലെയല്ല നമ്മൾ അമ്മായിമ്മ പോര് എന്നൊക്കെ പറയുമ്പോൾ ഇന്നൊന്നും അപൂർവം 100-ൽ 1-2 വീടുകളിലൊക്കെ അങ്ങനെ കാണാമെങ്കിലും ബാക്കി 98% നമുക്ക് എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പെരുമാറുന്ന രീതിയിൽ തന്നെയാണ് കാണുക അല്ലേ. അപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെന്നു, ഭർത്താവിൻ്റെ അമ്മ, സഹോദരങ്ങൾ, അച്ഛൻ, പിന്നെ അവിടെ പ്രായമായ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടും നമ്മൾ ഒത്തൊരുമിച്ച് അല്ലേ അങ്ങനെയായിട്ട് പോകുമ്പോൾ അതൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മായിയമ്മ നോക്കും. അതായത് അടുക്കളപ്പണികളെല്ലാം ഒന്നും വന്ന പെൺകുട്ടിയാണെക്കോട്ടെ, അവരുടെ വീട്ടിൽ അവരുടെ മകളായിക്കോട്ടെ, ആരെക്കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കാതെ. പിന്നെ ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ചും അമ്മമാർ പാചകം ചെയ്യുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കാനും സമയാ ഭക്ഷണം കഴിക്കാനും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൽ വേർതിരിവൊന്നുമില്ല, മരുമകൾ അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല. എന്നാലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ കൂട്ടത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്തു പിന്നെ എന്താ പണിയെന്ന്. അപ്പോൾ ഒരു അടുക്കളപ്പണി അല്ലെങ്കിൽ ഒരു വീട്ടമ്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല നമുക്ക്. അതിങ്ങനെ ഓരോന്ന് കഴിഞ്ഞാൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറി അരിഞ്ഞു കൊടുത്തു എന്ന് വെച്ചിട്ട് പണികൾ മുഴുവൻ കഴിയില്ല. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ച് പാചകം ചെയ്യുന്ന വീട്ടിലത്തെ കാര്യം പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ ഒരു ചോറും കൂട്ടാനും വെച്ചു, എന്തെങ്കിലും ടിഫിൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ കഞ്ഞി
കഞ്ഞിയായിരിക്കും, അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പം അങ്ങനെ അല്ലാത്ത രീതിയിലാകുമ്പോൾ പണികൾ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പം അടുക്കള പണികളുണ്ടാവും, പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പാചകത്തിന് കൂടെ നിൽക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്കൊരാൾ സംസാരിക്കാൻ കൂടെ ഉണ്ടായാൽ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടത്തിൽ കൂടെ കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചിലവരുണ്ട്, എന്തൊക്കെ അമ്മമാർ ചെയ്തു കൊടുത്താലും മുഖം കയറ്റി പിടിക്കും, ചോദിച്ചാൽ ഉത്തരം പറയില്ല. അല്ലെങ്കിൽ അവർ പുറത്ത് പോയി കഴിഞ്ഞു, വീട്ടിൽ പുറത്ത് പോകാനോ അവർക്ക് ടൂർ പോകാനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ, അതായത് ചില വീടുകളിലൊക്കെ അമ്മായിമ്മമാർ അതിനെതിര് പറയും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നവർ എങ്ങനെയാ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുമല്ല, അപ്പോൾ അങ്ങനെ പുറത്ത് പോകണതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഫ്രീ ആയിട്ട് മക്കളുടെ അടുത്തും ഫ്രീ ആയിട്ട് പെരുമാറും. അതുപോലെ തന്നെ മരുമക്കളോടും അങ്ങനെ തന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ പുറത്ത് പോകാനും വരാനുള്ള സ്വാതന്ത്ര്യം സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ പുറത്ത് പോയിട്ട് പോകാനും ഒക്കെ ഇഷ്ടമാവും. പുറത്ത് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ചില മരുമക്കൾ എന്താ ചെയ്യുക വെച്ചാൽ, തിരിച്ച് വന്നു കഴിഞ്ഞാൽ അമ്മോട് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ അമ്മയ്ക്കൊരു സന്തോഷമല്ലേ. അത് ചെയ്യില്ല, മുഖം കയറ്റി പിടിച്ച് അകത്തേക്ക് പോകും. അതായത് ഈ അമ്മ ഉന്തി തള്ളി വിട്ട പോലെയാണ് മുഖഭാവം ഉണ്ടാവുക. അല്ലെങ്കിൽ അവരുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുക. അതുപോലെ എന്ത് പറഞ്ഞാലും മുഖം കയറ്റി പിടിക്കുന്ന സ്വഭാവം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കുടുംബം എത്ര നന്നായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലും ആ കുടുംബത്ത് ഒരു ഛിദ്രം വരാനായിട്ട് അത് മതി കേട്ടോ. അപ്പം നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്നത് അത്രയും ഫ്രീ ആയിട്ടാണ്, നമ്മളോട് ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്, തിരിച്ചും നമ്മൾ അങ്ങനെ പെരുമാറാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. പിന്നെ മരുമക്കളോട് പറയാനുള്ളത് വേറൊന്നുമല്ല, നമ്മൾ ഭക്ഷണം കഴിച്ച് പലരെയും കണ്ടിട്ടുണ്ട്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കഴുകാണ്ടെന്നുണ്ടെങ്കിൽ അത് കഴുകാനായിട്ട് എടുത്ത് കൊണ്ടുപോവുക. അത് അങ്ങനെ ശ്രമിക്കാതെ അവനവൻ കഴിച്ച പ്ലേറ്റ് മാത്രം അല്ലെങ്കിൽ ചായ കുടിച്ച ഗ്ലാസ് മാത്രം എടുത്ത് കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് ബാക്കിയൊന്നും കാണാത്ത പോലെ പോകുന്നവരുണ്ടാവും. അതുപോലെ ചായ കുടിച്ച ഗ്ലാസ്സൊക്കെ അവിടെ വെച്ച് പോകുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിലും അതൊക്കെ ചെയ്യേണ്ടി വരില്ലേ, അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുക്കളയിൽ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള ഒതുക്കാനും അടിക്കാനും തുടയ്ക്കാനും ഒക്കെ നമ്മൾ ചെയ്തിട്ടാണ് കിടക്കുക അല്ലേ. അപ്പം അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ എന്താ വെച്ചാൽ, എല്ലാവരും ഭക്ഷണം കഴിക്കണേക്കെ മുന്നേ ചിലവരെന്ത് ചെയ്യും, ഭക്ഷണം കൊണ്ട് കഴിക്കും, അവനവൻ്റെ കഴിഞ്ഞ റൂമിൽ പോയിട്ട് കയറി കിടക്കും. അപ്പോൾ ബാക്കി നമുക്കൊന്നും അറിയേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പെരുമാറരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും കഴിഞ്ഞു വെച്ചാൽ അടുക്കള ഒതുക്കാനും പാത്രങ്ങൾ കൊണ്ടുവയ്ക്കാൻ അത്യാവശ്യം അതൊരു പണിയുണ്ട്. അത് നമുക്ക് അറിയുന്നവർക്ക് അറിയാം, ചെയ്യുന്നവർക്കും അറിയാം. അല്ലാത്തവർ വിചാരിക്കും എന്താ പത്ര ചെയ്യാനുള്ളത്, കഴിഞ്ഞില്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അത്യാവശ്യം പണി രാത്രിയിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പെരുമാറുക. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, ഇതിന് മുൻപ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഒരമ്മ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, മരുമകൾ രാത്രി പാത്രങ്ങളൊന്നും കൊണ്ടുപോയി വെക്കില്ല, രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് കിടക്കും. അപ്പോൾ സന്ധ്യ കഴിഞ്ഞ് ഒരു 7 മണിയായി അത്ര, അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ കഴിക്കാമെന്ന് പറയത്ര. അങ്ങനെ കഴിച്ചിട്ട് പോകുന്നു. പിന്നെ അടുക്കളയിലേക്ക് ഇവിടെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ലോ. അപ്പോൾ ഒരു ദിവസം ഈ അമ്മയ്ക്ക് എന്താ വയ്യാതെ ഇപ്പോൾ അമ്മ പറഞ്ഞത്ര, അടുക്കള ഒതുക്കണം കേട്ടോ എന്ന് പറഞ്ഞത്ര. അപ്പോൾ ഈ കുട്ടി അന്ന് അവർ അടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ആ അടുപ്പിൽ, അതായത് കരി ഉണ്ടാവില്ല പാത്രത്തിൽ, ആ പാത്രത്തിൽ ചോറ് ബാക്കി വന്നതിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജ് കയറ്റിയെന്ന്. കാരണം അത് ഒഴിച്ച് വെക്കണമെങ്കിൽ അത് ഒരു പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് മാറ്റി വെക്കണം. അത് മാറ്റി വയ്ക്കുക മാത്രമല്ല, ഈ പാത്രം കഴുകും വേണ്ടേ. അപ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ള മടി. അപ്പോൾ എങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ ചില കുട്ടികളുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യോട്ടോ ഇത് ചെയ്യോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറയും. നമ്മൾ പിന്നെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ, ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അത് ചെയ്യേണ്ടി വന്നാലോ എന്ന ചിന്താഗതിയോടാണോ എന്താണെന്നുള്ളത് അറിയില്ല. മടിയന്മാരുടെ ലക്ഷണമാണത്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഓഫീസിലാണെങ്കിലും എവിടെയും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വർക്ക് തെറ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പറയണ്ടായിട്ടുണ്ട്, ഒരു കുട്ടി വർക്ക് ചെയ്യും എല്ലാം തെറ്റിയിട്ട് ചെയ്യുക. അപ്പോൾ ആ തെറ്റിയിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇനി മേലെ പറയരുതെന്ന് വിചാരിച്ചിട്ടാണെന്ന്. പക്ഷെ സാധാരണ ഒരു ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കില്ല, അതങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരു വീട്ടിലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഇനി പറയരുത്, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പറയരുതെന്ന് വെച്ചിട്ട് ഒന്നെങ്കിൽ അത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റായ രീതിയിൽ. പിന്നെ ചില കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മായിമ്മ അടുക്കള വിട്ടു തരില്ല, അല്ലെങ്കിൽ അമ്മായിമ്മയുടെ ആധിപത്യമാണ് അതങ്ങനെയാണ്. ഒരിക്കലും അല്ല. അമ്മായിമ്മ അടുക്കള വിട്ടു കൊടുക്കാതിരിക്കലല്ല, അടുക്കളയിലേക്ക് അവർ കയറാനായിട്ട് ശ്രമിക്കണില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, അമ്മയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകി എഴുന്നേൽക്കുന്നവരാണ് പലരും. അപ്പോൾ വൈകി എഴുന്നേൽക്കുമ്പോൾ അവർ ചിട്ടവട്ടങ്ങളായിട്ട് കാലത്ത് അത് എഴുന്നേറ്റ് ചെയ്യുന്ന
ചെയ്യുന്ന രീതി. അപ്പോൾ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിടക്കാനായിട്ട് അവർക്ക് തോന്നില്ല. അപ്പോൾ അവർ എഴുന്നേറ്റിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി മാത്രമല്ല, മരുമക്കളോട് പറയണം ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന മാതിരി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പലതും ഒരു വീട്ടിൽ നമുക്ക് പല കാര്യങ്ങളും എന്തെങ്കിലും നിസ്സാരം കറിയും ഉപ്പേരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സമൃദ്ധമായിട്ട് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പച്ചക്കറി കുറച്ചേ ഉള്ളൂ, ചിലപ്പോൾ ഉപ്പേരി കുറവായിരിക്കാം, അല്ലെങ്കിൽ കറി കുറവായിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ. അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഉള്ളതനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ വിളമ്പെടുത്ത് കഴിക്കും അല്ലേ. അപ്പോൾ ചിലവരെന്ത് ചെയ്യും, അത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കില്ല, അവനവൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ അതെല്ലാം അങ്ങോട്ട് കോരി എടുത്ത് കഴിക്കുക. അല്ലെങ്കിൽ ഉപ്പേരി ആണെങ്കിൽ പച്ചക്കറി, ചിലർ പച്ചക്കറിയൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നവരുണ്ടായിരിക്കും, കോരി എടുത്ത് കഴിക്കുക. അങ്ങനെയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവർ നോക്കില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്കാവുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ മക്കൾക്കും ഒരുപോലെ എത്തണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ആ അമ്മ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് വിളമ്പി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അല്ലാത്തവരെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മരുമകളോ അല്ലെങ്കിൽ മരുമക്കളോ ആരെങ്കിലും ആണെങ്കിൽ തന്നെ അവനവൻ്റെ കാര്യം മാത്രം നോക്കി കഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മളൊരു സാധനം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉള്ളത് കൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തെടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കാതെ ഒന്നിച്ച് ഒരാൾ അത് അവനവനെ ആവശ്യമുള്ളടുത്ത് പകുതി അങ്ങോട്ട് കഴിഞ്ഞു വെച്ചാൽ ബാക്കിയുള്ളവർക്ക് എത്തിയില്ല വെച്ചാൽ അതും വിഷമം. അപ്പോൾ അതുകൊണ്ട് ഒരു അമ്മ എന്നുള്ള ലെവലിൽ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വിളമ്പാനായിട്ട് ശ്രമിക്കും. അതിന് നമ്മൾ കുറ്റം പറയാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മൾ ഇന്നങ്ങോട്ട് കഴിഞ്ഞാൽ പോരാ, നാളേക്കും കഴിയണം. നമ്മളുടെ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കറിയില്ല. അപ്പം നമ്മൾ ഓരോ ദിവസം കഴിയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സാധനങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. എന്ന് വെച്ചിട്ട് ആർക്കും വീട്ടിൽ ഭക്ഷണം കഴിക്കാനില്ലായിരിക്കുകയോ അല്ലെങ്കിൽ ടിഫിനാണെങ്കിലും ചോറാണെങ്കിലും ഒന്നും കഴിക്കാനില്ലാതിരിക്കില്ല. പക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഒരു വീട് നോക്കുന്ന ഒരു വീട്ടമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുണ്ടാവും കേട്ടോ എന്താണ് ആ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. നമ്മളൊരു സാധനം ഇപ്പോൾ ചുരുക്കം ഒരു പാലാണെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റേ ഉള്ളൂ വെച്ചാൽ, ഒരു പാക്കറ്റ് പാലോട്ട് നമ്മൾ ചായ ഉണ്ടാക്കി ഒരു പാക്കറ്റ് നാളേക്ക് എടുക്കാമെന്ന് വിചാരിക്കും. ഇന്ന് പുറത്ത് പോകണില്ലെങ്കിൽ പോകണ്ടെന്ന് നമുക്ക് മേടിച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ശ്രമിക്കാനോ അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്ത മക്കളോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീട്ടമ്മമാർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ആരും പണത്തിന് വില കാണുന്നില്ല. എൻ്റെ അടുത്ത് കാശുണ്ട്, ഇപ്പോൾ എന്ത് വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് കണ്ട് പുറത്ത് പോയിട്ട് കഴിക്കാം. അപ്പോൾ അതൊക്കെ സാധിക്കുമില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എൻ്റെയൊക്കെ പ്രായമുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ നാളേക്ക് എന്ന് കരുതി ചിന്തിച്ച് ജീവിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് ആ പ്രായത്തിലുള്ളവരൊക്കെ ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തുനിയാനായിട്ട് ശ്രമിക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിനൊന്നും നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. അതൊരു പിച്ചത്തരല്ല. ചിലപ്പോൾ പറയും എന്തിനത്ര പിച്ചത്തരം കാണിക്കണമെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ അതൊരു പിച്ചത്തരല്ല കേട്ടോ. അത് മനസ്സിലാക്കണം ആദ്യം. നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകാം എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പം അത് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട്, പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോന്നിനിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ചുരുക്കം നാളേക്ക് നമ്മൾ എന്താ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം രാവിലെ എന്തുണ്ടാക്കണം, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, വൈകിട്ട് ചായക്ക് എന്ത് വേണം, രാത്രിയിലേക്ക് എന്ത് വേണം. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ്, രാവിലെയും രാത്രി നമ്മൾ ടിഫിനാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും ഞാൻ ചിലപ്പോൾ ചിന്തിക്കുക, എന്താ പറയുക, ഉറങ്ങുന്ന സമയത്ത് പോലും ചിന്തിക്കുക നാളെ എന്ത് പലഹാരം ഉണ്ടാക്കും, അങ്ങനെയാണ്. അപ്പോൾ രാത്രി എന്ത് പലഹാരം ഉണ്ടാക്കും അങ്ങനെ ചിന്തിക്കും. അങ്ങനെ അതുപോലെ ഓരോ വീട്ടമ്മമാരും അങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാനും ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരും കൂട്ടമായിട്ട് ഇരുന്നിട്ട് ഒരു വീട്ടിൽ 4 സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ 4 പേര് ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രം അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. എല്ലാവരും കൂടി ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കുകയും ചെയ്യും. ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്കതനുസരിച്ചിട്ട് പെരുമാറാനും പറ്റും. ഇത് ഒരാൾ തന്നെ എല്ലാം ചിന്തിച്ച് ചെയ്യുന്ന സമയത്ത് അതും ബുദ്ധിമുട്ടായി തീരും കേട്ടോ. പിന്നെ ഒരു കുടുംബത്തിലെ ചിട്ടവട്ടങ്ങൾ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ വീട്ടിലത്തെ അടുക്കള പണികൾ, ചായ വെച്ചു, ചോറിന് വെള്ളം വെച്ചു, അരിയടുപ്പത്തിട്ടു, ടിഫിൻ ഉണ്ടാക്കി, കറി ഉണ്ടാക്കി, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഇതൊന്നും ചെയ്യാണ്ട് പത്രം വായിക്കാനിരിക്കുക, അതുപോലെ മൊബൈൽ നോക്കിയിട്ടിരിക്കുക. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, മൊബൈൽ നോക്കിയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ഈ അമ്മമാർക്കും അത് സാധിക്കാതെ അല്ല. പക്ഷേ നമ്മൾ വീട്ടിൽ മറ്റുള്ളവർ ഭക്ഷണത്തിൻ്റെ സമയത്ത് എത്തുമ്പോൾ ഭക്ഷണം റെഡി ആവണം എന്നുണ്ടെങ്കിൽ നമ്മളത്
കറക്റ്റായിട്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒരു ചിട്ടവട്ടങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ തന്നെയാണല്ലോ ചിട്ടവട്ടങ്ങൾ. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഒരു പത്രം വായിക്കാൻ ഇരുന്നുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ ബാക്കി കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ പത്രം വായിക്കായിരുന്നു. പത്രം എല്ലാവർക്കും വായിക്കണം. അന്നന്ന് വന്ന പത്രം രാവിലെ പത്രം വായിച്ചാലാണ് കാര്യം നടക്കുള്ളൂ എന്നുള്ള പോലെ ഇരിക്കരുത്. അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിട്ട് ഇരുന്നാലാണ് പറ്റുള്ളൂ. ബാക്കി നമുക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യുമ്പോൾ സമയം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒഴിവ് സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെയാണ്. അതുപോലെ നമ്മൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരോട് ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അതുപോലെ ഇത്തിരി മുതിർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ചെയ്യരുതാത്ത കാര്യങ്ങൾ നമ്മൾ അരുത് എന്നുള്ളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ല നമ്മൾ അവരെന്ത് ചെയ്താലും അത് വിട്ട് അവരെ നെവർ മൈൻഡായിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പെരുമാറുന്ന പോലെ പിന്നീട് മറ്റൊരു വീട്ടിൽ പോയിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ സഹിക്കണ പോലെ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീട്ടിൽ പോയാൽ ചിലപ്പോൾ അവർ മിണ്ടാതിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഓ എന്തൊരു സാധനം ആ കുട്ടി വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിന്നേ പറയുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൽ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചിലർ പറയും അമ്മായിമ്മ ഒന്നും വിട്ട് തരാത്ത കാരണമാണ് അടുക്കളയിലേക്ക് കയറുന്നില്ല അല്ലെങ്കിൽ സ്റ്റോറിലെ സാധനങ്ങൾ അങ്ങനെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റോറിലെ സാധനങ്ങൾ കഴിഞ്ഞാലും ചോദിച്ചിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. അതുപോലെ രാവിലെ എത്രയും വൈകിട്ട് എഴുന്നേൽക്കുന്നുണ്ട് അതിനൊന്നും അവർ കുറ്റം പറയണവരെ. കാരണം ഉറങ്ങാൻ പറ്റുന്നവർ ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് പോകാൻ പറ്റുന്നവർ പോയിക്കോട്ടെ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ അമ്മമാരെ ഞാൻ കാണണത് കേട്ടോ. അല്ലാത്തവരുണ്ടാവും ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടിലും അതായത് അമ്മായിയമ്മയിലും മരുമക്കളിലും ഒക്കെ ഓരോരുത്തരും ഓരോ രീതിയിലുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും എനിക്ക് പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.